Hello dear students, welcome back to another lecture. In this video, we are going to discuss illustration number 4b, very important questions related to the chapter number 4.3, accounts of insurance company. From set 1 model question paper issued by ICMI for the term June 2025. Very important question ആണ് related to 4.3 chapter. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് റവന്യൂ അക്കൗണ്ട് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം മോഡൽ ക്വസ്റ്റ്യൻ വിൽ ബി ഡിസ്കസ് ലേറ്റർ. ആൻഡ് ഓൺ ദിസ് ലെക്ചർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് 4B. പ്രിപ്പയർ ഫയർ ഇൻഷുറൻസ് റവന്യൂ അക്കൗണ്ട്. സോ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ജൂൺ എക്സാമിനാണെങ്കിലും ശരി, അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് എന്നുള്ള ചാപ്റ്ററിന് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിനേഷനിൽ ചോദിക്കാൻ ചാൻസസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസ് പെർ ദ RTA regulations for the year ended 31st March 2024, this question is similar to illustration number 35. So illustration number 35 ഇത് റിവൈസ്ഡ് എഡിഷൻ ആണ്. റിവൈസ്ഡ് എഡിഷൻ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ICMIയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിവൈസ്ഡ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഇല്ലുസ്ട്രേഷൻ നമ്പർ 35 ആണ് സിമിലർ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ക്ലൈംസ് പെയ്ഡ് അല്ലെങ്കിൽ ക്ലൈംസിന്റെ ഇൻകേർഡ് വാല്യൂ എത്രയാണ് നെറ്റ് എമൗണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ റെഫർ ചെയ്യാം. അതുപോലെ തന്നെ പ്രീമിയം ഏൺഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഡിസ്കസ് റവന്യൂ അക്കൗണ്ട്. ക്ലെയിം പെയ്ഡ് 4,90,000. മൊത്തം നമ്മളുടെ ക്ലെയിം പെയ്ഡ് ചെയ്തിട്ടുള്ളത് 4,90,000 ആണ്. കംപ്ലീറ്റ് പെയ്ഡ് ചെയ്ത എമൗണ്ട് അല്ല നമ്മൾ എന്ത് ചെയ്യുക, റവന്യൂ അക്കൗണ്ടിൽ എടുക്കുക. നമ്മൾ എടുക്കുന്നത് എന്താണ്, ക്ലെയിംസ് ഇൻകേർഡ് നെറ്റ്, ഇതാണ് നമ്മൾ എടുക്കേണ്ട എമൗണ്ട്. സോ ഇതിലേക്ക് എത്താനുള്ള വർക്കിംഗ്സ് നോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടാവും. ഇതേപോലെ തന്നെ നമുക്ക് പ്രീമിയം ഏൺഡ് നെറ്റ് എടുക്കാനുണ്ട്, പിന്നെ കമ്മീഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്ട്, ഓപ്പറേഷൻ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് മോർ ഓവർ ക്രിയേറ്റ് റിസർവ് ഫോർ അൺഎക്സ്പെക്ടഡ് റിസ്ക്. അൺഎക്സ്പെക്ടഡ് റിസ്കിൽ നമ്മൾ 50% റിസ്ക് റിസർവും കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ വീഡിയോ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലൈംസ് പെയ്ഡ് മൊത്തം നമുക്ക് ഈ വർഷം പേയ്മെന്റ് ചെയ്തിട്ടുള്ള ക്ലൈംസ് എന്ന് പറയുന്നത് 4,90,000 ആണ്. പക്ഷെ അത് ഈ വർഷത്തെ തന്നെ ആവണമെന്നില്ല. സോ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാനുണ്ടാവും. 2, ലീഗൽ എക്സ്പെൻസസ് റിലേറ്റഡ് ടു റിഗാർഡിംഗ് ക്ലൈംസ്. സോ ക്ലൈംസിന്റെ മുകളിൽ വരുന്ന എക്സ്പെൻസസ് നമ്മൾ ക്ലൈംസിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യണം എന്നാണ് റൂള്. നെക്സ്റ്റ്, പ്രീമിയം റിസീവ്ഡ്. മൊത്തം നമുക്ക് കിട്ടിയ പ്രീമിയം എമൗണ്ട് 13 ലക്ഷം രൂപയാണ്. ആൻഡ് റീ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. നമ്മൾ റീ ഇൻഷുറൻസ് സീഡഡ് ചെയ്തുകൊണ്ട്, സീഡഡ് കമ്പനി ആയിട്ടുള്ള ഞങ്ങൾ സീഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റീ ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് ചെയ്യണം, ഒരു പ്രീമിയം എമൗണ്ട് തിരിച്ചടക്കണം. സോ ആ എമൗണ്ട് പേയ്മെന്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് 1 lakh rupees. കമ്മീഷൻ എമൗണ്ട് വിൽ ബി നോർമലി എക്സ്പെൻസ്. എക്സ്പെൻസസ് ഫോർ മാനേജ്മെന്റ് ആൻഡ് അതർ ദാൻ കമ്മീഷൻ. മാനേജ്മെന്റിന് മൊത്തം ഇൻഷുറൻസ് ബിസിനസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് എക്സ്പെൻസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രൊവിഷൻ അഗെയിൻസ്റ്റ് അൺഎക്സ്പെക്ടഡ് റിസ്ക് ഓൺ 1st April 2023. 1st April 2023 നമ്മളുടെ കയ്യിലുള്ള അൺഎക്സ്പെക്ടഡ് റിസ്ക് റിസർവിന് ബാലൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലൈംസ് അൺപെയ്ഡ് ഓൺ 1st April 2023 തന്നിട്ടുണ്ട്. ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ് 31st March 2024 നമുക്ക് തന്നിട്ടുള്ള ക്ലോസിംഗ് ബാലൻസ് 80,000 ആണ് തന്നിട്ടുണ്ട്. മോർ ഓവർ അൺഎക്സ്പെക്ടഡ് റിസ്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ടത് 50% ആണ്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസറിലേക്ക് പോകാം. വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിന്റെ റവന്യൂ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ്. സോ റവന്യൂ അക്കൗണ്ടിന്റെ ഫോർമാറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫോം B ആണ് റവന്യൂ അക്കൗണ്ടിന്റെ ഫോം. സോ ഫോം A റിലേറ്റഡ് ടു ലൈഫ് ഇൻഷുറൻസ്, ഫോം B ഈസ് റിലേറ്റഡ് ടു ജനറൽ ഇൻഷുറൻസ്. സോ ഫോം Bയിൽ റവന്യൂ അക്കൗണ്ട് RA രജിസ്ട്രേഷൻ നമ്പർ, നോർമലി നമ്മളുടെ ഫോർമാറ്റിൽ ഇങ്ങനെ ഉണ്ടാവും. രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിത്ത് RB എന്നുള്ള ഡേറ്റ്സ് കാര്യങ്ങളുണ്ടാവും. പിന്നെ ഫയർ ഇൻഷുറൻസ് റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2000, ഇവിടെ വരുന്നത് 2024. ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഇയർ. നമ്മൾ ഫോർമാറ്റ് ഇത്ര തന്നെ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് ഫോർമാറ്റ് ഒന്നുമില്ല. പ്രീമിയം ഏൺഡ് ഷെഡ്യൂൾ നമ്പർ 1, അതർ ഇൻകം ഷെഡ്യൂൾ ഇല്ല, പിന്നെ ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, റെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എമൗണ്ട് മൊത്തം നമ്മൾ ടോട്ടൽ 1 കിട്ടും. 1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം. പിന്നെ നമ്മൾ ക്ലൈംസ് എക്സ്പേർഡ് അല്ല ക്ലൈംസ് എക്സ്പെൻസ്ഡ് അല്ലെങ്കിൽ ക്ലൈംസ് ഇൻകേർഡ് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ഷെഡ്യൂൾ 2. പിന്നെ കമ്മീഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഷെഡ്യൂൾ നമ്പർ 3. ആൻഡ് 4th one, operating expenses related to insurance business, that will be
ഫോർത്ത് ഷെഡ്യൂൾ. സോ ഷെഡ്യൂൾ ഒരിക്കലും മാറില്ല. എല്ലാത്തിന്റെയും റവന്യൂ അക്കൗണ്ട്സിന്റെ ഷെഡ്യൂൾസ് സിമിലറുള്ള സെയിം ഷെഡ്യൂൾ നമ്പറിംഗ് ആയിരിക്കും. റവന്യൂ അക്കൗണ്ടിന് ശേഷം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പിന്നെ ബാലൻസ് ഷീറ്റിന്റെ ഷെഡ്യൂൾ കണ്ടിന്യൂ ചെയ്ത് അവിടെ പോകും. സോ എനിവേ ഷെഡ്യൂൾ നമ്പർ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഓരോ ഷെഡ്യൂളിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വർക്കിംഗ്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. സോ പ്രീമിയം ഏൺഡ് എന്നുള്ളതിന് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 1 കൊടുത്തു. ഇനി ഷെഡ്യൂൾ നമ്പർ 1 ഡീറ്റെയിൽ ആയിട്ട് എന്ത് മെൻഷൻ ചെയ്യണം? നമ്മുടെ പ്രീമിയം ഏൺഡ് നെറ്റ് എങ്ങനെ കിട്ടുന്നു എന്നുള്ള മെൻഷൻ ചെയ്യണം. കാരണം നമ്മൾ ടോട്ടൽ പ്രീമിയം റിസീവ്ഡ് 13 lakh ആണ്. പക്ഷെ 30 lakh rupees അല്ല ഇവിടെ കാണിക്കേണ്ടത്. എത്ര എമൗണ്ട് കാണിക്കണം? പ്രീമിയം ഏൺഡ് നെറ്റ് ഫിഗർ ആണ് കാണിക്കേണ്ടത്. ഓക്കെ, പ്രീമിയം ഏൺഡ് ഷെഡ്യൂൾ നമ്പർ 13 ആണ്. സോറി 13 അല്ല, ഷെഡ്യൂൾ നമ്പർ 1. ഷെഡ്യൂൾ നമ്പർ 1 ഈസ് റിലേറ്റഡ് ടു പ്രീമിയം ഏൺഡ് നെറ്റ് ഫിഗർ. പ്രീമിയം ഏൺഡ് നെറ്റ് ഫിഗർ നമ്മൾ ക്വസ്റ്റനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ടോട്ടൽ പ്രീമിയം റിസീവ്ഡ് എമൗണ്ട് ഈസ് 13 lakhs. സോ ഈ 13 lakh rupees കംപ്ലീറ്റ്ലി ഈ വർഷത്തേതാവണമെന്നില്ല. ആൻഡ് മോർ ഓവർ നമ്മൾ സീഡഡ് ചെയ്തിട്ടുണ്ടായിരുന്ന, ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻഷുറൻസിന്റെ റിസ്കിന്റെ മുകളിൽ നമ്മൾ അങ്ങോട്ട് പ്രീമിയം അടക്കേണ്ടതുണ്ട്. അത് ലെസ് ചെയ്യണം. മോർ ഓവർ ഇപ്പൊ പ്രീമിയം റിസീവബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. പ്രീമിയം റിസീവബിൾ അറ്റ് ദ ബിഗിനിങ്ങിൽ ഉണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്. പക്ഷെ നമ്മൾ ക്വസ്റ്റനിലാകെ തന്നിട്ടുള്ളത് ഒന്ന് പ്രീമിയം എമൗണ്ട് റിസീവ്ഡും അതേപോലെ തന്നെ നമുക്ക് തന്നിട്ട് റീ ഇൻഷുറൻസിന്റെ പ്രീമിയം എമൗണ്ട് അങ്ങോട്ട് പേയ്മെന്റ് ചെയ്തും തന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് പ്രീമിയം പെയ്ഡ്. ഈ പ്രീമിയം എമൗണ്ട് പെയ്ഡ് എന്തിന്റെ മുകളിലാണ്? റീ ഇൻഷുറൻസിന്റെ മുകളിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ റീ ഇൻഷുറൻസ് എന്നുള്ള ബ്രാക്കറ്റിൽ കൊടുക്കുക. 1 lakh rupees ആണ് നമുക്ക് അടക്കാനുള്ളത്. സോ ദ റിമൈനിങ് എമൗണ്ട് വിൽ ബി 12 lakh rupees. 12 lakh rupees ആണ് നെറ്റ് പ്രീമിയം എമൗണ്ട്. ഈ നെറ്റ് പ്രീമിയം എമൗണ്ടിൽ നിന്ന് നമ്മൾ ഒരു സാധനം മാറ്റി വെക്കണം. ഏത് എമൗണ്ടാ? അത് തന്നെ, അൺഎക്സ്പയർഡ് റിസ്ക് റിസർവ്. സോ അൺഎക്സ്പയർഡ് റിസ്ക് റിസർവിന്റെ പ്രശ്നം എന്താ, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? അൺഎക്സ്പയർഡ് റിസ്ക് റിസർവ് നമ്മൾ ടോട്ടൽ നെറ്റ് പ്രീമിയത്തിന്റെ 50% ആയിരിക്കണം. സോ നമ്മളുടെ ക്വസ്റ്റനിൽ ഇപ്പൊ നിലവിൽ എത്രയാണ് അൺഎക്സ്പയർഡ് റിസ്ക് എമൗണ്ട് തന്നിട്ടുള്ളത്, റിസർവ് തന്നിട്ടുള്ളത്? ആസ് ഓൺ 1st April 2023 നമ്മളുടെ വാല്യൂ 5,50,000 ആണ്. ഇനി നമ്മളുടെ നെറ്റ് പ്രീമിയം എമൗണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 50% എടുത്താൽ നമുക്ക് മിനിമം എത്ര എമൗണ്ട് വേണം? 12 lakh rupees ആണ്. 12 lakh rupeesന്റെ 50% എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ടാ? 6 lakh rupees അല്ലേ? പക്ഷെ നിലവിൽ നമ്മളുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാ? 5,50,000 rupees ഓൾറെഡി ഉണ്ട്. 5,50,000 മൈനസ് 6 lakh rupees. സോ നമ്മൾ ടോട്ടൽ 6 lakh rupees നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ വേണം. 6 lakh rupees നമ്മൾ മൈനസ് ചെയ്താൽ remaining amount will be 50,000. So 50,000 rupees has to be deducted from the premium amount. The remaining amount will be 11,50,000. So 11,50,000 rupees will be the premium earned net amount. So premium amount will be after deducting unexpaid risk reserve. 11,50,000. So നമ്മൾ ഒന്നാമത്തെ കോളമായി premium earned 11,50,000 as per schedule number 1. Clear? Done. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി അതർ ഇൻകംസ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നമുക്ക് ആകെ ഉള്ളത് പ്രീമിയം എമൗണ്ട് മാത്രമാണ് ഇൻകം ആയിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് വേറൊരു ഇൻകം ഇല്ല. അതേപോലെ നമുക്ക് ഇൻട്രസ്റ്റ് എമൗണ്ടോ ഡിവിഡൻഡ് എമൗണ്ട് റെന്റോ അതൊന്നും ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഇൻകം ആയിട്ട് ടോട്ടൽ വൺ നമ്പർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 11,50,000. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ക്ലൈംസ് ഇൻകേർഡ് നെറ്റ് എമൗണ്ട് ആണ്. അത് ഷെഡ്യൂൾ നമ്പർ 2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഷെഡ്യൂൾ നമ്പർ 2. ഷെഡ്യൂൾ നമ്പർ 2 ക്ലൈംസ് ഇൻകേർഡ്. ഈ വർഷത്തെ മൊത്തം നമ്മളുടെ ക്ലൈം ഇൻകർ ചെയ്തിട്ടുള്ളത് എത്രയാണെന്ന് നമുക്ക് നെറ്റ് എമൗണ്ട് കണ്ടുപിടിക്കണം. സോ ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ സിമിലർ ടു ഇലിസ്ട്രേഷൻ നമ്പർ 34 ഫ്രം ദ റിവൈസ്ഡ് എഡിഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്ക്. അതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലൈംസ് എങ്ങനെയാണ് നമ്മൾ സെറ്റിൽ ചെയ്യാന്നുള്ളത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ ക്ലൈംസ് പെയ്ഡ് എടുക്കുക. നമ്മൾ നേരത്തെ പ്രീമിയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ടോട്ടൽ ക്ലൈംസ് പെയ്ഡിന്റെ കൂടെ ഈ വർഷം നമുക്ക് പേയബിൾ ആയിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ബിഗിനിങ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. പിന്നെ റീ ഇൻഷുറൻസ് ബിസിനസ് നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അതുപോലെ തന്നെ റീ ഇൻഷുറൻസിന് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ലെസ് ചെയ്യാനുള്ള ആ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം.
സോ ക്ലൈംസ് റിലേറ്റഡ് ആയിട്ട് നമുക്കുള്ള കുറച്ച് ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ക്ലൈംസ് പെയ്ഡ് 4,90,000 ആണ്. ഓക്കെ, കുഴപ്പമില്ല. ലീഗൽ എക്സ്പെൻസസ് റിഗാർഡിംഗ് ദ ക്ലൈംസ്, എനി എക്സ്പെൻസസ് റിലേറ്റഡ് ടു ക്ലൈംസ് നമ്മൾ ക്ലൈംസ് ഇൻകേർഡ് എന്നുള്ള എക്സ്പെൻസിലാണ് കാണിക്കുന്നത്. അങ്ങനെയല്ലേ പഠിച്ചത്? സോ അത് നമ്മൾ ആഡ് ചെയ്യണം. കൂടാതെ നമുക്ക് ക്ലൈംസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലൈംസിന് നമുക്ക് കുറച്ച് എമൗണ്ട് തന്നിട്ടുണ്ട്. അൺപെയ്ഡ് ആയിട്ട് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് തന്നിട്ടുണ്ട്. സോ നമ്മൾ 4,90,000 എടുക്കും. പ്ലസ് ഔട്ട്സ്റ്റാൻഡിംഗിലുള്ള 80,000 ആഡ് ചെയ്യും. അതുപോലെ തന്നെ 50,000 ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ് ലെസ് ചെയ്യും. ആൻഡ് മോർ ഓവർ 10,000 റുപ്പീസും കൂടി നമ്മൾ എന്ത് ചെയ്യും? ലീഗൽ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ക്ലൈംസ് ആഡ് ചെയ്യണം. സോ 4,90,000 റുപ്പീസ് ആണ് നമ്മളുടെ ടോട്ടൽ ക്ലൈംസ് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ. ആഡ് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി എൻഡ്. അറ്റ് ദ എൻഡ് എന്ന് പറയുമ്പോൾ 31st March 2024. എത്ര എമൗണ്ട് ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ്? 8,000. പിന്നെ ലെസ് ഔട്ട്സ്റ്റാൻഡിംഗ് at the beginning as on 1st April 2023. The amount will be 50,000. It has to be deducted and add expense related to claim. ക്ലൈംസിന്റെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്ന എക്സ്പെൻസസ് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. സോ ദ ടോട്ടൽ ക്ലൈംസ് ഇൻകേർഡ് നെറ്റ് എമൗണ്ട് വിൽ ബി minus 50,000, 5,30,000. So 5,30,000 rupees will be claims incurred for the year, and this is the net amount after deducting reinsurance claim paid amount. So 5,30,000 rupees will be claims incurred. Clear? Very simple ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, തെറ്റിക്കരുത്. ആൻഡ് തേർഡ് വൺ ഈസ് കമ്മീഷൻ. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റനിൽ കമ്മീഷന് പ്രത്യേകിച്ച് ഒന്നുമില്ല. കമ്മീഷൻ പെയ്ഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കമ്മീഷന് നമുക്ക് സ്പെസിഫിക്കലി എന്ത് തന്നിട്ടില്ല. കമ്മീഷൻ പേയബിൾ ഉണ്ട്, കമ്മീഷൻ പേയബിൾ അറ്റ് എൻഡ് അല്ലെങ്കിൽ കമ്മീഷൻ പേയബിൾ അറ്റ് ബിഗിനിങ് എന്നൊന്നും അക്കൗണ്ട് ഇല്ല. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ബിഗിനിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്യും വേണം. എനിവേ നമുക്ക് ഷെഡ്യൂൾ എഴുതണം. ഷെഡ്യൂൾ നമ്പർ 3. ഷെഡ്യൂൾ നമ്പർ 3 ഈസ് റിലേറ്റഡ് ടു കമ്മീഷൻ. കമ്മീഷൻ നമുക്ക് ടോട്ടൽ കമ്മീഷൻ പെയ്ഡ് മാത്രം നമുക്ക് എഴുതാം. കമ്മീഷൻ പെയ്ഡ് എത്രയാണ്? 3 lakh rupees. So 3 lakh rupees directly will be charged in the revenue account. There is no other calculations required for the calculation of commission amount. Clear? ഇനി നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരാനുള്ളതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് കമ്പനി. നമ്മളുടെ ക്വസ്റ്റനിൽ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ത്? ഒരു മാനേജ്മെന്റ് എക്സ്പെൻസസ്. ദാറ്റ് വിൽ ബി ഷെഡ്യൂൾ 4. മാനേജ്മെന്റ് എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് കാണിക്കാം. സോ ഷെഡ്യൂൾ 4 ഈസ് റിലേറ്റഡ് ടു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഇവിടെ നമുക്ക് എക്സ്പെൻസസ് ഓഫ് മാനേജ്മെന്റ് ഡയറക്ട്ലി നമുക്ക് 2 lakh rupees തന്നിട്ടുണ്ട്. This 2 lakh rupees will be reflected on revenue account of the insurance company. 2 lakh rupees. The total amount is, നമുക്ക് വേറെ എന്തെങ്കിലും എക്സ്പെൻസസ് ഇവിടെ തന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമുക്കൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള. Therefore the total expenses of the company will be 5,30,000 plus 3 lakh plus 2 lakh, 10,30,000. And dear students, what is the operating profit or loss from the fire insurance? 11,50,000 rupees minus 10,30,000 rupees. The total profit is 1,20,000. മനസ്സിലായോ? Very simple, humble question to get 7 marks. നിങ്ങൾ നോക്കിയേ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള മാർക്ക് 7+7 മാർക്സ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി എന്ത് സിമ്പിൾ ആണ്. ആകെ നമുക്ക് അറിയേണ്ടത് എന്താ? ഈ ഒരു ഫോർമാറ്റ് മാത്രം. റവന്യൂ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള ഫോർമാറ്റ് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇല്ലുസ്ട്രേഷൻ നമ്പർ 34 ഇൻ ദി ക്വസ്റ്റ്യൻ ഇൻ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുമ്പോൾ ക്ലൈംസ് ഇൻകേർഡിനൊക്കെ കുറെ കാൽക്കുലേഷൻ ചെയ്യാനുണ്ട്. റിസീവ്ഡ്, പെയ്ഡ്, അതുപോലെ തന്നെ സീഡഡ്, ആക്സെപ്റ്റഡ് എന്നുള്ള കുറെ കാൽക്കുലേഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് റവന്യൂ അക്കൗണ്ട് ഫോർമാറ്റ് അറിയണം.
ഇതാണ് ഫോർമാറ്റ്. അതേപോലെ തന്നെ നമുക്ക് ഇൻകേർഡ് നെറ്റ് എമൗണ്ട് കാണിക്കേണ്ടതും അതുപോലെ പ്രീമിയം ഏൺഡ് എമൗണ്ടും അതുപോലെ തന്നെ ക്ലൈംസ് ഇൻകേർഡും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള അറിയുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് 7 മാർക്ക് പുഷ്പം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എടുക്കാൻ വേണ്ടി പറ്റും. നമുക്കിനി ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ആൻസർ ഒന്ന് കമ്പയർ ചെയ്യാം. ബി ഇതാ പ്രീമിയം ഏൺഡ് ഷെഡ്യൂൾ നമ്പർ 1 നേരത്തെ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ തന്നിട്ടുണ്ട്, ഫയർ ഇൻഷുറൻസ് റവന്യൂ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡർ 31 മാർച്ച് 2024 11,50,000 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 5,30,000, പിന്നെ കമ്മീഷൻ 3 lakh rupees ആൻഡ് അതർ ഓപ്പറേറ്റിംഗ് expenses related to insurance business 2 lakh rupees. The total amount is 10,30,000 and operating profit related to fire insurance business is 1,20,000. So ഇതാ ഷെഡ്യൂൾസ് നോക്കുകയാണെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 1 13 lakh rupees ആണ് ടോട്ടൽ പെയ്ഡ്. അതിൽ നിന്നും റീ ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അൺഎക്സ്പെയർഡ് റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ 50,000 rupees ട്രാൻസ്ഫർ ചെയ്യണം. ഈ എമൗണ്ടിന്റെ വർക്കിംഗ് നോട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. എങ്ങനെയാ, ടോട്ടൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുന്നത് 6 lakh rupees ആണ്. അവൈലബിൾ ബാലൻസ് ഓൺ 1st April 2022 5,50,000 rupees ആണ്. ആൻഡ് ദ റിമൈനിങ് എമൗണ്ട് ഈസ് 50,000 rupees. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. അൺഎക്സ്പെയർഡ് റിസ്ക് റിസർവ് അക്കൗണ്ട് 31 March 2024 ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും കറക്ഷൻ മേ ബി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തായിരിക്കും. അതേപോലെ 1st April 2022 അല്ല 23 ആണ്. അങ്ങനെയാണ് 50,000 rupees വരുന്നത്. മൊത്തം 11,50,000 ആണ് പ്രീമിയം ഏൺഡ്. ക്ലൈംസ് ഇൻകേർഡ് നെറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ്, ആദ്യം നമ്മൾ ക്ലൈംസ് പെയ്ഡ് എത്രയാണെന്ന് എടുത്തു, ഔട്ട്സ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്തു, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്തു, എനി എക്സ്പെൻസസ് സ്പെസിഫിക്കലി റിലേറ്റഡ് ടു ക്ലൈംസ്. മനസ്സിലായോ? ഓക്കെ, ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് like the video and subscribe the channel, share with your friends. Don't forget to click the bell icon button. Okay, that's all about today's lecture and thank you. Bye.